നമസ്കാരം. പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. പ്രതി ഷെജിലിന് ജാമ്യം. വടകരയിൽ കാറടിച്ച 9 വയസ്സുകാരി ദൃഷാന കോമയിലായ സംഭവത്തിൽ പ്രതിക്ക് ജാമ്യം. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് തുക തട്ടിയ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറിക്കും DGPക്കും പരാതി. കൊച്ചി കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ പരാതി നൽകിയെന്ന് കുടുംബം. കയർ ബോർഡ് ഓഫീസിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി. അഴിമതിക്കെതിരെ പ്രതികരിച്ചതിന് ജോളിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചെന്നും പരാതിയിൽ. വിപുൽ ഗോയൽ, ജിതേന്ദ്ര ശുക്ല, പ്രസാദ് കുമാർ എബ്രഹാം എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. കടുപ്പിച്ച CPI ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഡി രാജ. പാർലമെന്റിൽ ഇന്ത്യ പാർട്ടികൾക്കിടയിൽ ഏകോപനമില്ലെന്നും വിമർശനം. പാർലമെന്റിന് പുറത്ത് സഖ്യത്തിന്റെ യോഗവുമില്ലെന്നും ഇന്ത്യ സഖ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും CPI ജനറൽ സെക്രട്ടറി ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് ഖർഗെയെ സഖ്യത്തിന്റെ അധ്യക്ഷനാക്കിയതെന്നും മമതാ ബാനർജി സ്റ്റാലിനെ കണ്ട് പഠിക്കണമെന്നും ഡി രാജ. പ്രതിപിടിയിൽ. യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച പ്രതി ആലുവ മുപ്പത്തടം സ്വദേശി അലി പോലീസിന്റെ പിടിയിലായി. ചുണ്ടി സ്വദേശിനി ടെസിക്ക് നേരെയാണ് ഇയാൾ പെട്രോൾ ഒഴിച്ചത്.